അമേരിക്കയ്ക്ക് പണി കൊടുക്കുന്ന കാര്യത്തിൽ നരേന്ദ്രമോദിയുടെ മാതൃക പിന്തുടർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ പാത പിന്തുടർന്നിരിക്കുകയാണ് ചൈന എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് $, സ്വർണം കൊണ്ടാണ് ഇന്ത്യ പണി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചൈനയും സ്വർണം ഉപയോഗിച്ചാണ് ഇപ്പോൾ US പണി കൊടുക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. സ്വർണ്ണ വിലയിലെ വർധനവിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് രാജ്യങ്ങൾ സ്വർണത്തിലുള്ള കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുന്നതാണ്. ഇന്ത്യയും ചൈനയും എല്ലാം ഇതിൽ മുന്നിലാണ്. ചൈന 2303.05 ടൺ സ്വർണം കൈവശം വെച്ചിരിക്കുന്നു എന്നതാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ ചൈനയുടെ സ്വർണ്ണ നിക്ഷേപം റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ വളരെ വലുതായിരിക്കാമെന്നാണ് നിക്കി ഏഷ്യ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും ബാങ്കിംഗ് ഗ്രൂപ്പും ചൈനയുടെ സ്വർണ്ണശേഖരം ഏകദേശം 5500 ടൺ ആണെന്ന് കണക്കാക്കുന്നു. ഇത് ചൈന ഔദ്യോഗികമായി വെളിപ്പെടുത്തിയതിന്റെ ഇരട്ടിയിലധികമാണ്. ഇത് ശരിയാണെങ്കിൽ 8000 ടണ്ണിലധികം സ്വർണ്ണ ശേഖരം കൈവശം വെച്ചിരിക്കുന്ന അമേരിക്കയ്ക്ക് പിന്നിൽ ലോകത്തെ രണ്ടാമത്തെ വലിയ സ്വർണ്ണശേഖരം കൈവശം വയ്ക്കുന്ന രാജ്യമായി ചൈന മാറും. ഈ കണക്ക് കൃത്യമാണെങ്കിലും അല്ലെങ്കിലും ആഗോള ശക്തിയിൽ ആധിപത്യം പുലർത്തുന്ന രണ്ട് ബ്ലോക്കുകളുടെ ഒരു യുഗത്തിനായി തയ്യാറെടുക്കുകയാണ് ചൈന. തന്ത്രപ്രധാനമായിട്ടുള്ള വിഭവങ്ങൾ ശേഖരിക്കുകയാണ് ചൈന. ഇതിനായി 2011 ആദ്യമായി പ്രഖ്യാപിച്ച ഒരു പുതിയ റൗണ്ട് ധാതു പര്യവേഷണം എന്ന ചൈനയുടെ തന്ത്രം അസംസ്കൃത എണ്ണ, പ്രകൃതിവാതകം മുതൽ സ്വർണം, ചെമ്പ്, യുറേനിയം, അപൂർവ ഭൂമി തുടങ്ങിയ ധാതുക്കൾ വരെയുള്ള എല്ലാത്തരം വിഭവങ്ങളും സർവേ ചെയ്ത് വേർതിരിച്ചെടുക്കാൻ ആവശ്യപ്പെടുകയാണ്. ഈ വിഭവശേഖരണ തന്ത്രത്തെക്കുറിച്ചുള്ള ചൈനയുടെ ഗൗരവം ത്വരിതപ്പെടുത്തിയ റിക്രൂട്ട്മെന്റ് നീക്കത്തിൽ പ്രതിഫലിക്കുന്നു. സീജിങ് മൈനിങ് ഗ്രൂപ്പ് പോലുള്ള പ്രധാന സർക്കാർ ഉടമസ്ഥതയിലുള്ള റിസോഴ്സ് ഗ്രൂപ്പുകൾ ലോഹശാസ്ത്രം, ഭൂമിശാസ്ത്ര പര്യവേക്ഷണം, ഖനനം എന്നിവയിൽ പശ്ചാത്തലമുള്ള ആളുകളെ ആകർഷിക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ചൈന US ഗവൺമെന്റ് ബോണ്ടുകളുടെ കൈവശം കുറച്ചിട്ടുണ്ട്. US ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക ഡാറ്റ കാണിക്കുന്നത് ചൈനയുടെ ഡോളർ ശേഖരം $700 ബില്യൺ താഴെയായി എന്നാണ്. ഇത് മുൻകാല കണക്കുകളുടെ പകുതിയോളം വരും. ആ തുക US പൊതു കടബാധ്യതയുടെ ഏകദേശം 2% മാത്രമാണ്. അതായത് $38 ട്രില്യൺ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.